Hello guys, I am Adnan and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, ആസ് എ കോമിക് കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ ആസ് എ സൂപ്പർ ഹീറോ ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് നാളായി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യൻ സൂപ്പർ ഹീറോസ്. ഞാൻ ഇൻഫാക്റ്റ് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് പകുതി വരെ എത്തിച്ചതുമാണ്. പിന്നീട് ചില കാരണങ്ങളാൽ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ഇടാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുറച്ച് ഇന്ത്യൻ സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് നോക്കാം. അതിനുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഗൈസ്, ആദ്യത്തെ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ ഇന്ത്യൻസിന് ആദ്യം വരുന്ന മോഹൻ തന്നെയാണ് ഞാൻ പറയുന്നത്, ശക്തിമാൻ. സോ ഈ ഒരു സൂപ്പർ ഹീറോ 1997 ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 1997 തൊട്ട് 2005 വരെ ദൂരദർശനിൽ ഒരു സീരിയലായിട്ട് ശക്തിമാൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മുകേഷ് ഖന്നയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ക്രിയേറ്റർ. സോ എന്തായാലും ഈ ഒരു ക്യാരക്ടറിന് നമ്മുടെ സൂപ്പർമാനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. കോപ്പി അടിച്ചതാണെന്ന് പറയാൻ പറ്റില്ല, ഇൻസ്പയർഡ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് 7 ഗുരുക്കന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് 7 ഗുരുക്കന്മാർ വന്നിട്ട് അവരുടെ യോഗിക് ശക്തി ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 5 എലമെൻറ്റ്സ് ആയിട്ടുള്ള പഞ്ചഭൂതങ്ങളായിട്ടുള്ള 5 എലമെൻറ്റ്സ് അതായത് ഫയർ, എയർ, വാട്ടർ, എർത്ത്, സ്പേസ്, സ്കൈ, ഇതിൻ്റെയൊക്കെ ശക്തിമാനുണ്ട്. അതുമാത്രമല്ല തൻ്റെയിലുള്ള ചക്രം ഉപയോഗിച്ച് ശക്തിമാന് പറക്കാനും ബീംസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും റേസ് ഇങ്ങനെ എമിറ്റ് ചെയ്യാനും അതോടെ തന്നെ എന്ത് പറ്റിയാലും പൊട്ടിപ്പോകാത്ത ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് ഫീൽഡ് ഉണ്ടാക്കാനും ശക്തിമാന് പറ്റും. സോ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മളെ ശക്തിമാനും സൂപ്പർമാനുമായിട്ടുള്ള സിമിലാരിറ്റീസ്. നമ്മൾ സൂപ്പർമാന് ക്രിപ്റ്റോണൈറ്റ് എന്ന് പറയുന്നൊരു സ്റ്റോൺ അലർജിയാണ് അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടാണെങ്കിൽ നമ്മുടെ തംരാജ് കിൽവിഷ് എന്ന് പറയുന്ന ശക്തിമാൻ്റെ വില്ലൻ്റെ കയ്യിലുള്ള പാപ് മണി സ്റ്റോൺ എന്ന് പറയുന്ന കല്ലാണ് നമ്മുടെ ശക്തിമാൻ്റെ വീക്ക്നെസ്. അത് നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിലും കണ്ടിട്ടുണ്ട്. ഈ തംരാജ് കിൽവിഷ് ഇത് ഉപയോഗിക്കുന്നത് ശക്തിമാനെതിരെ. ഈ ഒരു സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശക്തിമാനെ തന്നെ വളരെ രീതിക്ക് ഹാം ചെയ്യാനും ഈവൻ ശക്തിമാൻ്റെ ഡെത്തിന് വരെ കാരണമാകാൻ ഈ ഒരു സ്റ്റോണിന് പറ്റും. അതുമാത്രമല്ല നമ്മുടെ ഗംഗാധർ എന്നാണ് നമ്മുടെ ശക്തിമാൻ്റെ റിയൽ പേര്. സോ അത് നമ്മുടെ DC വരുമ്പോൾ ക്ലാർക്ക് കെൻ്റ് എന്നാണ് നമ്മുടെ സൂപ്പർമാൻ്റെ പേര്. ഇവർ രണ്ടുപേരും ജേർണലിസ്റ്റുകളാണ് ലൈഫിൽ. സോ അതും ഒരു ഇൻസ്പിറേഷൻ തന്നെ. പിന്നെ രണ്ടാമത്തെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നാഗരാജാണ്. ലേറ്റ് 1980 ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജ് കോമിക്സിനെ കുറിച്ച് ഞാൻ പറയാം. രാജ് കോമിക്സ് ആണ് ഇന്ത്യൻ കോമിക് ഇൻഡസ്ട്രിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലൊന്ന്. പക്ഷേ രാജ് കോമിക്സ് ഇപ്പോഴും സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമർചിത്ര അതുപോലത്തെ ഇതാണെങ്കിലും രാജ് കോമിക്സ് ഈസ് സ്റ്റിൽ എ ജെം. സോ എന്താ പറയുക, ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചത് രാജ്കുമാർ ഗുപ്തയും സഞ്ജയ് ഗുപ്ത എന്നിവർ ചേർന്നാണ്. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ വന്നിട്ട് ഒരു ഈവൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ നാഗ്മാണി എന്ന് പറയുന്ന ആൾ ഈ നമ്മുടെ നാഗരാജിനെ ഒരു ബയോ വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു. അതായത് മില്യൺസ് ഓഫ് മൈക്രോ സ്നേക്സിനെയാണ് ഈ ഒരു നാഗരാജിൻ്റെ ബോഡിയിലോട്ട് ഈ ക്രൂരനായ പ്രൊഫസർ അടിച്ചു കയറ്റുന്നത്. ഒരു ബാബയെ പിന്നീട് നമ്മുടെ നാഗരാജ് കാണുകയും ഈ ഒരു മോശമായ കാര്യങ്ങളിൽ നിന്ന് ഈ പ്രൊഫസറിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാഗരാജിനെ രക്ഷിച്ചത് ഈ ബാബയാണ്. പിന്നീട് ഈ ക്യാരക്ടറിൻ്റെ പവേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെല്ലാം വൈറ്റ് ബ്ലഡ് സെൽസ് WBC ഉണ്ടാവും. സോ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിന് വരെയുള്ള വെനമസ് ആയിട്ടുള്ള സ്നേക്സ് ആണ്. ഒരുപാട് പാമ്പുകളാണ്, അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മില്യൺസ് ഓഫ് സ്നേക്സ് ആണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ദേഹത്തുള്ളതെന്നാണ് പറയപ്പെടുന്നത്.
പറയപ്പെടുന്നത്. സോ ഷേപ്പ് ഷിഫ്റ്റിംഗ്, ഹിപ്നോട്ടിസം എന്നിവയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പവേഴ്സായിട്ട് കണക്കാക്കുന്നത്. ഞാൻ എല്ലാ പവേഴ്സും പറയുന്നില്ല, ഒരുപാട് പവേഴ്സ് ഉണ്ട്, അതിൽ കുറച്ച് പവേഴ്സ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇനി അടുത്ത ക്യാരക്ടറാണ് പരമാണു. സോ സഞ്ജയ് ഗുപ്ത എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത്. രാജ് കോമിക്സിൻ്റെ ബാനറിൽ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ വന്നത് 1991. ഒറിജിനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വിനയ് എന്ന് പറയുന്ന ആൾ നമ്മുടെ എന്താ പറയുക അവൻ്റെ പാരൻസിൻ്റെ മർഡർ വിറ്റ്നസ് ചെയ്യുകയും പിന്നീട് വളർന്നു വലുതായിട്ട് പോലീസിലോട്ട് വരുമ്പോൾ കറപ്റ്റീവായിട്ടുള്ള ആ ഒരു സിസ്റ്റം ഒന്നും അയാൾക്ക് പറ്റുന്നില്ല. പിന്നീട് ഒരു പ്രൊഫസർ കെ വർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന് തന്നെ മെറ്റേണൽ അങ്കിൾ വഴി ഒരു എന്താ പറയുക സൂട്ട് നമ്മുടെ പരമാണുവിന് കൊടുക്കുന്നുണ്ട്. പരമാണു എന്നല്ല, അതായത് എന്താ പറയുക വിനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ആറ്റം അഥവാ പരമാണു എന്നായി മാറുകയാണ് നമ്മുടെ വിനയ്. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് ആയിട്ടുള്ള സൂട്ടാണ്. അത് മാത്രമല്ല ടെലപ്പോർട്ടേഷൻ, എനർജി ബ്ലാസ്റ്റാണ്. എനർജി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ വരെ പുറത്തുവിടാൻ വിധത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണിത്. അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡോഗ. സോ പേര് കേട്ടിട്ടുണ്ട്, ഇതൊരു കിടിലൻ ക്യാരക്ടറാണ്. സോ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബാറ്റ്മാൻ, പണിഷർ ആ ഒരു ലെവലിലൊക്കെ ഉള്ളൊരു സൂപ്പർ ഹീറോ ആണ്. ഒരു ഇന്ത്യൻ പണിഷർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. 1992 രാജ് കോമിക്സിലാണ് ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് വന്നത്. തരുൺ കുമാറും സഞ്ജയ് ഗുപ്തയും ആർട്ടിസ്റ്റ് മനു എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചത്. സോ നമ്മൾ ഒറിജിനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂരജ് എന്ന് പറയുന്ന കുട്ടി, അവന് വളരെ ട്രാജിക്കായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണുള്ളത്. അവനൊരു ഓർഫനാണ്. അത് തൻ്റെ അങ്കിളിൽ നിന്നുള്ള ഒരുപാട് അബ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ അങ്കിൾ വന്നിട്ട് ഈ നമ്മുടെ സൂരജിനെ സ്ലേവറി, അതായത് എന്താ പറയുക അടിമയായിട്ട് വിൽക്കുകയാണ്. അവിടെ നിന്ന് ഹൽദിഖാൻ എന്ന് പറയുന്ന ഒരു ജിം ഓണർ, അതിനോടൊപ്പം തന്നെ ഒരു അണ്ടർ വേൾഡ് ഡോൺ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഈ സൂരജിനെ രക്ഷിക്കുകയാണ്. അവിടെ വെച്ചിട്ടായിട്ട് 4 1 2 അല്ല 4 ജിം ട്രെയിനേഴ്സിനെ വച്ച് ഇവനെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഡോഗ് മാസ്ക് ഇട്ട് ഒരു വിജിലാൻറ്റി ആയിട്ട് നടക്കുന്ന ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഡോഗ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവൻ്റെ ഏറ്റവും വലിയ പവർ. അത് മാത്രമല്ല പീക്ക് ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, അജിലിറ്റി ഉണ്ട്. പിന്നെ ഗൺസിനും വെപ്പൺസിലും എല്ലാത്തിലും വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, വളരെ സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടറാണ് ചക്ര ദ ഇൻവിൻസിബിൾ. സോ ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സാക്ഷാൽ സ്റ്റാൻലിയാണ്. അതെ ഗൈസ്, സ്റ്റാൻലി സൃഷ്ടിച്ച ഒരേ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ ആണ് ചക്ര ദ ഇൻവിൻസിബിൾ. 2013 ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രാജു റായ് എന്ന് പറയുന്ന ടെക്കിൽ വളരെ ജീനിയസ് ആയിട്ടുള്ളൊരു ടീനേജ് പയ്യൻ്റെ കഥയാണ് പറയുന്നത്. മുംബൈയിലാണ് ഇവൻ്റെ വീട്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ സിംഗ് എന്നാണ് പറയുന്ന ഒരാളാണ് ഇവൻ്റെ മെൻറ്റർ. സോ അയാൾ ഇവനൊരു സൂട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പല ചക്രകൾ, അതായത് മനുഷ്യ ശരീരത്തിന് പല ചക്രകൾ അഥവാ പവേഴ്സ് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാൻ ആ ഒരു സൂട്ടിനെ പറ്റും. പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൂട്ടിൻ്റെ ഒരു ആക്സിഡൻറ്റ് മൂലം പിന്നീട് ആ ഒരു സൂട്ട് എന്നേക്കുമായി നമ്മുടെ രാജു റായിയുടെ ശരീരത്തിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ഈ ക്യാരക്ടറിൻ്റെ പവേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ മുഴുവൻ പവേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു നോക്കി വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ നമുക്ക് ഫസ്റ്റ് പവറിലോട്ട് വരാം. മൂലധര അഥവാ റൂട്ട് ചക്ര, അതായത് സൂപ്പർ സ്ട്രെങ്ത്. പിന്നെ സ്വാദിഷ്ടന അഥവാ സേക്രൽ ചക്ര, എൻഹാൻസ്ഡ് സ്പീഡ് ആൻഡ് എലിജിറ്റി. പിന്നെ മണിപൂര സോളാർ പ്ലെക്സസ് ചക്ര, എനർജി പ്രൊജക്ഷൻ. പിന്നെ അഞ്ചത ഹീറ്റ് ചക്ര, സോണിക് അറ്റാക്സ്. പിന്നെ ഉള്ളത് അജ്ന തേർഡ് ഐ ചക്ര, ഹൈറ്റൻഡ് സെൻസസ് ആൻഡ് പ്രിക്കോഗ്നിഷൻ. സഹസ്ര റൗണ്ട് ചക്ര, അൾട്ടിമേറ്റ് കോമിക് പവർ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരുപാട് പവേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല ഇനിയും ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പറയുന്നിടത്ത് നമ്മൾ എത്തി, അതായത് രാജ് കോമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഈ ഒരു സംഭവം നോക്കി വന്നപ്പോഴാണ് രാജ് കോമിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. രാജ് കോമിക്സ് എന്ന് പറയുന്നത് ഡോഗ, പിന്നെ പരമാണു, പിന്നെ നമ്മുടെ എന്താ പറയുക
ഇപ്പം മുമ്പ് പറഞ്ഞ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് നാഗരാജ്, ഇവരെല്ലാം നമ്മുടെ ഇന്ത്യൻ കോമിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചാലും കൊണ്ടുവന്ന ഒരു വലിയ കോമിക് ഇൻഡസ്ട്രി ജയൻ്റാണ്. സോ ഇവർ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾ മാർവൽ DC കോമിക്സ് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കോമിക്സ് വായിക്കുക. ഹിന്ദിയിലാണ് കൂടുതലും ഉള്ളത്, പക്ഷേ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ഉണ്ട്. എന്തായാലും ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതൊരു സൈൻ ഔട്ട് ആൻഡ് യു വാച്ച് സൂപ്പർ സ്റ്റേ ഇൻ സൂപ്പർ ഹീറോസ്.